അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും നമ്മെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടത് എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് വിവിധങ്ങളായ ഉത്തരങ്ങളായിരിക്കും. യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ലക്ഷങ്ങളെ കൊണ്ടോ കോടികളെ കൊണ്ടോ നേടാനാവാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്. അത് ബോധപൂർവമാണ് ഇങ്ങനെ ഒരു മുഖവുര പറയുന്നത്. വളരെ കാലങ്ങൾക്കൊന്നും പിന്നിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഈ സംസാരിക്കുന്ന എൻ്റെ ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് തന്നെ കടന്നു വന്നാൽ എനിക്ക് പറയാൻ കഴിയും, അന്നത്തെ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നാലും ധാരാളം കാര്യങ്ങൾ സഹിക്കാനും വേദനിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ അന്ന് ധാരാളമായി നമുക്ക് ലഭിച്ചിരുന്നു. ഇന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ കാലഘട്ടം. അന്ന് ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ ഉമ്മയുടെ അടുക്കൽ വിശന്നുകൊണ്ട് കാത്തിരിക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ 4, 5, 10 കിലോമീറ്ററുകൾ നേരം വൈകിയല്ലോ എന്ന ബേജാറോടുകൂടെ ഓടിക്കതച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് ഓടിപ്പോകാറുള്ളത്. ആ ഒരു നടത്തവും ഓട്ടവും ക്ഷീണവും കിതപ്പൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതൊക്കെ ഏത് പ്രായത്തിലാണ് സുഹൃത്തുക്കൾ? ഒരു 14 വയസ്സ് അല്ലെങ്കിൽ ഒരു 13 വയസ്സ്, 12 വയസ്സിലാണ്. ഒരു പക്ഷേ അന്നൊക്കെ ഉച്ചയ്ക്ക് വിടുക എന്ന് പറഞ്ഞാൽ കഞ്ഞിക്ക് വിടുക എന്നാണ് പറയാം. എല്ലാ വീട്ടിലും കഞ്ഞിയാണ്. എവിടെയെങ്കിലും അപൂർവമായി ചോറുണ്ടെന്ന് കേൾക്കുന്നത് കഞ്ഞി കുടിക്കുന്നവൻ്റെ ഒരു സ്വപ്നവും ഒരു കേൾവിയും മാത്രമാണ്. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്കറിയാം, ഒരു പക്ഷേ എല്ലാ സൗകര്യങ്ങളുമുള്ള നമ്മുടെ വീടുകളിലെ കുട്ടികൾ, ആ കുട്ടികളെ പല സന്ദർഭങ്ങളും നമ്മൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഒരു പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ചെറിയ അന്വേഷണം നടത്തിയാൽ ഒരു 2, 3, 4, 5, 8, 10 കുട്ടികൾ മാനസികമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ഒരുപക്ഷെ നിരന്തരമായി ചെറുപ്രായത്തിൽ തന്നെ മരുന്ന് കുടിക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ കാരണമാണ് പറഞ്ഞത്, ഒരു വേദനകളും ഒരു പ്രയാസങ്ങളും സഹിക്കേണ്ടതില്ലാത്ത ഒരു ജീവിത ചുറ്റുപാടിലാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേദനകളും സഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വേദന, ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്കും അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവരുടെ ബോധം പോകുന്നു, മാനസിക നില തെറ്റുന്നു, അതേപോലെ തന്നെ അസാധാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ അവർ കാണിക്കുന്നു. ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇത് കുട്ടികളിൽ മാത്രമല്ല, നമ്മുടെ കുടുംബിനികളായ നമ്മുടെ ഭാര്യമാർ, ഉമ്മമാർ, നമ്മുടെ വീട്ടിലുള്ള ആളുകൾ, ഏതു പ്രായക്കാരിലും മാനസികമായ പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജീവിതത്തിൽ ഒന്നും സഹിക്കാനും ഒന്നും ക്ഷമിക്കാനും ഉള്ള ഒരു മനക്കരുത്ത് അവർക്കില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിന് പരിഹാരം നമ്മുടെ കുട്ടികളെയൊക്കെ ഭക്ഷണം വിളമ്പിയിട്ടും കുറച്ച് സമയം ഭക്ഷണം കഴിപ്പിക്കാതെ ഇരുത്തുന്നതോ, അല്ലെങ്കിൽ രോഗമുണ്ടായാൽ കുറച്ച് നേരം വേദന സഹിക്കെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കാതിരിക്കുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ ബസ്സിന് പോകുന്ന കുട്ടി ഇന്നും നീ സ്കൂളിൽ നടന്നു പോ എന്ന് പറയുന്നതോ ഒന്നും ഇതിൻ്റെ പരിഹാരങ്ങളല്ല. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഈ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾക്ക് പരിഹാരം കാണാനുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് 1000 കൊണ്ടോ 10,000 കൊണ്ടോ ലക്ഷം കൊണ്ടോ നേടാൻ പറ്റുന്നതല്ല. മനസ്സിന് നല്ലൊരു കാഴ്ചപ്പാട്
നമ്മൾ നൽകുന്നതിലൂടെ ആരെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒരു 10 മിനിറ്റ് നേരം ഹൃദയം തുറന്ന് അവർക്ക് പിടിച്ചു നിൽക്കുവാനും മനക്കരുത്തോടെ മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു മാനസിക കാഴ്ചപ്പാട് നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും പ്രസക്തി ഇവിടെയാണ് നിലകൊള്ളുന്നത്. അതായത് ഒരു ബോധം കിട്ടുന്ന പ്രായം മുതൽ മരണത്തെ അഭിമുഖീകരിക്കാൻ കിടക്കുന്ന വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഒരു വൃദ്ധൻ്റെ മനസ്സിലും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവേണ്ടത് ഒരേ കാഴ്ചപ്പാടാണ്. എന്താണ് ആ കാഴ്ചപ്പാട്? ലളിതമാണത്. ഇത് അറിയാത്തതിൻ്റെ സങ്കീർണതകളും പ്രതിസന്ധികളുമാണ് ഇന്നു നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന എല്ലാ മനോവേദനകളുടെയും മനപ്രയാസങ്ങളുടെയും അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിർഭയത്വം. ഒരു പേടിയുമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായി കിട്ടണം. അതിനെന്താണ് പരിഹാരമാർഗം? സാധാരണഗതിയിൽ നമ്മുടെ മുന്നിലുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സാരല്ല, നമുക്ക് ഡോക്ടർമാരെ കാണാം, നമുക്ക് ചികിത്സിക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ പണം കൈവരിക്കാം. പല നിലക്കുള്ള ഭൗതികമായ കാരണങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, അതൊക്കെ നമ്മൾ സംവിധാനിക്കണം, അതൊക്കെ ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അതിലുപരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഒരു വിശ്വാസം മനസ്സിലുണ്ടാകുന്നതോടുകൂടെ ഒരാൾക്ക് കിട്ടുന്ന നിർഭയത്വം ചെറുതല്ല. നോക്കൂ, നിങ്ങൾ എന്ത് പ്രതിസന്ധികളും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് ഞാൻ എങ്ങനെ മറികടക്കും എന്ന് ആലോചിച്ച് നിരാശപ്പെടുന്നൊരവസ്ഥ വിശ്വാസിക്കില്ല. ആത്മാർത്ഥമായി ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ഞാൻ എൻ്റെ പടച്ചവനോട് പറഞ്ഞാൽ അവനത് പരിഹരിക്കും എന്ന് വിശ്വസിക്കാത്തൊരു വിശ്വാസം ഉണ്ടാവും. അള്ളാഹു നേർക്ക് നേരെ നമ്മോട് പറഞ്ഞ കാര്യമാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങളുടെ സംരക്ഷകനും നിങ്ങളുടെ എല്ലാം ആയിട്ടുള്ള കരുണാവാരിധിയായ അള്ളാഹു പറയുകയാണ്, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നെ ആരാധിക്കുവാൻ അഹങ്കരിക്കുന്നവരാരോ അവർ നിന്യരായി നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹു നേരിട്ട് പറയാൻ, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നാണ്. ഏതു സാഹചര്യങ്ങളിലും ഈ ഒരു മനസ്സ് നമുക്ക് ശക്തി പകരും. ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഇപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചിടത് എങ്ങനെ പരിഹരിക്കും എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ ചിന്ത വരുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ വളരെ ആഴമായ പഠനങ്ങളും അറിവും നമുക്ക് ആവശ്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാ സാഹചര്യവും പ്രതികൂലമാണ്. അങ്ങേയറ്റത്തെ വാർദ്ധക്യം, തലയിലെ ഒരു ചെറിയ രോമം പോലും നിരക്കാൻ ബാക്കിയില്ല, തീ കത്തുന്ന പോലെ നിരച്ച് നിൽക്കുന്നു. എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെ കഴിഞ്ഞിട്ടും പ്രസവിക്കാത്ത മച്ചിയായ വന്ധ്യയായിട്ടുള്ള ഭാര്യ, എന്നിട്ട് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ഒരല്പം പോലും നിരാശയില്ലാതെ സക്കരിയ നബി അലൈഹിസ്സലാം വിളിച്ചു, കാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വഷ്തഅലർ റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. സക്കരിയ നബി, റബ്ബേ, കാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി, എൻ്റെ എല്ലുകൾ ശോഷിച്ചു, വഷ്തഅലർ റഅസു ശൈബ, തല നിരകൊണ്ട് കത്താൻ തുടങ്ങി, വലം അകും ബിദുആഇക റബ്ബി ശഖിയ. പക്ഷേ ആ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനോടുള്ള ആ പ്രതീക്ഷയിൽ യാതൊരു കോട്ടവും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്കത് പറഞ്ഞു തരുന്നത് ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ ഇനി എന്താണ് ചെയ്യുക എന്ന് നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യാനും ജീവിതം അവസാനിപ്പിക്കാനും നാടുവിടാനും മാനസിക രോഗിയാകാനും ഒരുങ്ങുന്നതിന് മുമ്പ് എല്ലാ കാര്യകാരണ ബന്ധങ്ങൾക്കും ഭൗതികതകൾക്കും അപ്പുറത്ത് നമ്മുടെ ജീവിത പ്രതിസന്ധിയിൽ ഇടപെടാൻ പറ്റുന്ന അനേകം നാമഗുണവിശേഷണങ്ങളുടെയും ഈ മഹാപ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ള അള്ളാഹുവിന് പറ്റും. ഉടനെ അള്ളാഹു വൃദ്ധനായ സക്കരിയ നബി അലൈഹി സ്വലാമിനെ വിളിച്ചു പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലൻ നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ഓ സക്കരിയ, നിനക്കൊരു കുഞ്ഞുണ്ടാകും, കുഞ്ഞിൻ്റെ പേരടക്കം പറഞ്ഞു കൊടുക്കണം, യഹ്യ എന്ന് പറയുന്നൊരു കുഞ്ഞ് നിനക്ക് ജനിക്കാൻ പോകുന്നു എന്നാണ്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി അള്ളാഹു തരും എന്ന ഉറപ്പോടുകൂടെ
എൻ്റെ പ്രതിസന്ധിക്ക് എനിക്കൊരു തുറവി കാണിച്ചു തരാൻ അള്ളാഹുവിന് പറ്റുമെന്ന് തൻ്റെ ഭാര്യയുടെ പ്രായമോ തൻ്റെ ശരീരാവസ്ഥയോ കാര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ ചോദിച്ചതിന് അള്ളാഹു മറുപടി കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, കാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം വക്കാനത് ഇംറഅതി ആഖിറ വഖദ് ബലഗ്തു മിനൽ കിബരി ഇതിയ. റബ്ബേ, എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാവും? എൻ്റെ ഭാര്യ വന്ധ്യയാണ്, എനിക്ക് വാർദ്ധക്യം കൊണ്ട് ഞാൻ അവശനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടി, കാല കദാലിക കാല റബ്ബുക, നിൻ്റെ റബ്ബാണ് പറഞ്ഞത്, അതങ്ങനെ തന്നെ നടക്കും. നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ ഉണ്ടാക്കിയ പടച്ചവന് ഒരു മകനെ തരാൻ പ്രയാസമല്ല. സഹോദരങ്ങളെ, അനേകം ഉദാഹരണം ഖുർആൻ എന്ന് പറയാൻ പറ്റും. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ വീട്ടിലെ ബോധം വരുന്നൊരു ചെറിയ കുട്ടി മുതൽ നമ്മുടെ വീട്ടിലെ വാർദ്ധക്യത്തിൻ്റെ അവശത അനുഭവിക്കുന്ന ഉമ്മൻ്റെയും വാപ്പൻ്റെയും മനസ്സിലുണ്ടാവേണ്ട പ്രതീക്ഷ എന്താ അറിയോ? ചോദിച്ചാൽ ഉത്തരം തരാൻ എനിക്കൊരു റബ്ബുണ്ട്, ഭൗതികമായ എല്ലാ മാനദണ്ഡങ്ങൾക്കും അപ്പുറം. സഹോദരങ്ങളെ, ഒരു പക്ഷേ ഈ അറിവ് നമ്മൾ മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവും. ഈ അറിവ് ഉണ്ടായിട്ടും ഇതിൻ്റെ പരിഹാരമെന്നോണം അള്ളാഹു വല്ലാത്ത കേന്ദ്രങ്ങളിൽ അഭൗതികമായ രക്ഷയ്ക്കും സഹായത്തിനും പോകുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രതിസന്ധി കൂടെ മനസ്സിലാക്കണം. ആളുകൾ പല പരിഹാരം എവിടെ പോയിട്ടായാലും വേണ്ടില്ല, തൻ്റെ വിശ്വാസങ്ങൾക്ക് നേർവിപരീതമായ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പൂജ നടത്തിയിട്ടും എൻ്റെ കാര്യം സാധിക്കുമെങ്കിൽ ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥ 100% ഏകദൈവ വിശ്വാസത്തെയും തൗഹീദിനെയും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ വരാൻ പാടുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് ചോദിച്ചാൽ ആളുകളുടെ തൗഹീദിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ആളോട് പറഞ്ഞു കൊടുക്കണം, കയ്യിലും കാലിലും എല്ലാം ഏലസും ചരടും എല്ലാം കെട്ടിയിട്ട് അതിൻ്റെ സഹായത്താൽ എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങും എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഫ്ലഹ്ത അബദൻ, ഒരു കാലത്തും നീ വിജയിക്കില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണോ അവർ ചെയ്തത്, ഭയം മാറാനാണോ എങ്കിൽ അവർക്ക് ഇനി ഭയത്തിൻ്റെ നാളുകളാണ്. നിർഭയത്വത്തിന് വേണ്ടിയാണോ അവർ ചെയ്തത്, ഇനി അവർക്ക് ഭയത്തിൻ്റെ നാളുകളാണ്. ദുഃഖം മാറാനാണോ, ഇനി ദുഃഖത്തിൻ്റെ നാളുകളാണ്. രോഗം മാറാനാണോ, രോഗത്തിൻ്റെ ആധിക്യമാണ്, മാരകാവസ്ഥയാണ് അവരെ തേടിയെത്താനിരിക്കുന്നത്. അമ ഇന്നഹാല യസീദുക ഇല്ലാ വഹന, നിനക്ക് ദുർബലതയല്ലാതെ വിഷമമല്ലാതെ അവശതയല്ലാതെ നിനക്കൊന്നും ലഭിക്കൂല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു പുതിയ കാലഘട്ടത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വന്നിട്ടും നല്ല മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടും ഏറ്റവും സുരക്ഷിതമുള്ള വീടുകളിൽ ഉറങ്ങിയിട്ടും മനസ്സ് കിടന്ന് പടയുന്നുവെങ്കിൽ, ഹൃദയം ആശങ്കകളെ കൊണ്ടും ദുഃഖങ്ങളെ കൊണ്ടും ഭയങ്ങളെ കൊണ്ടും നീറുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ ആ അഭൗതികമായ രക്ഷ. രാത്രി 1-ാം ആകാശത്ത് അന്ത്യയാമങ്ങളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ വരും, എന്നോട് ചോദിക്കുന്നില്ലേ ഞാൻ ഉത്തരം തരാം, എന്നോട് പാപമോചനം തേടുന്നില്ലേ ഞാൻ പുറത്തു തരാം എന്ന് പറയുന്ന ഒരു നാഥൻ നാളെ എനിക്ക്, നാളത്തെ സുബഹിക്ക് മുമ്പുള്ള ആ അത്താഴ സമയത്ത് പ്രഭാതത്തിൽ എനിക്കൊരവസരമുണ്ട് ചോദിക്കാൻ എന്ന് മനസ്സിലുള്ളവന് സഹോദരങ്ങളെ എന്തു നിരാശയാണുള്ളത്. അതുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ ശക്തി അതാണ്. ചെറിയ പിഞ്ചു മനസ്സു മുതൽ വാർദ്ധക്യത്തിൽ നിരാശപ്പെടേണ്ട ഒരു മനസ്സിൽ വരെ ഉണ്ടാവേണ്ടത് ആ വിശ്വാസമാണ്. ആ തൗഹീദിലൊരു കളങ്കവുമില്ലെങ്കിൽ, ആ ഏകദൈവ വിശ്വാസം ഹൃദയത്തിനുള്ളിലുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടെ നിർഭയത്വത്തോടെ മനുഷ്യരെന്നും ജീവിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ അറിവ്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇന്ന് നമ്മുടെ രക്ഷിതാക്കന്മാർക്കും മാതാപിതാക്കൾക്കും വന്നു ചേരുന്ന ഏറ്റവും അധികം ഷോക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്, നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, നമ്മുടെ മക്കളുടെ നല്ല ഭാവിയും വിവാഹവും ഒക്കെ കാത്തിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും പെട്ടെന്ന് അവരെ തീരുമാനങ്ങൾ അറിയുക. നല്ല ബന്ധങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു ബന്ധം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിഹിതമായി തുടർന്നു വരുന്നു എന്ന് നമ്മുടെ നാടുകളിൽ കേൾക്കുന്നു. ഒരു പക്ഷേ അവിഹിത ബന്ധം എന്ന് പറയുന്നത് അവിടെ മാത്രം അവസാനിക്കുന്നതല്ല. നല്ല സുരക്ഷിതമായ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സ്വന്തമായ വീട്ടിൽ മക്കളോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടെ കഴിഞ്ഞു കൂടുന്ന സഹോദരി ഒരു ദിവസം തൻ്റെ മുല കുടിക്കുന്ന കുഞ്ഞിനെ പോലും ഇട്ട് ആരാണ് വന്ന് വിളിച്ചതെന്ന് പോലും അറിയാതെ ഇറങ്ങിപ്പോവുകയും കാണുവാനില്ല എന്ന കോളത്തിൽ പത്രത്തിൽ നമ്മൾ അവരുടെ പേരും ഫോട്ടോയും വായിക്കുകയും കാണുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, എന്തായിരുന്നാലും എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇത്തരം ഒരു പ്രതിസന്ധി വരുവോളം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനും
അത് നമ്മളിലേക്ക് എത്താതിരിക്കാനുള്ള വഴികൾ സ്വീകരിക്കാനും നമ്മൾ അതുവരെ കാത്തിരിക്കണം. നമ്മളെല്ലാവരും ഇന്ന് എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും നമ്മൾ ഗൗരവപൂർവ്വം പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. അവിഹിത ബന്ധങ്ങൾ ഏറ്റവും അപകടകരമാണ്. കാരണം അവിഹിത ബന്ധങ്ങളുടെ ഒരു വലിയൊരു പ്രശ്നം നമ്മളെല്ലാവരും മനസ്സിലാക്കിയത്, അവിഹിത ബന്ധങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് പിശാചാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തെറ്റായ ലക്ഷ്യം മനസ്സിൽ കണ്ട ആളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്തുന്നതിന് ഒരു വഴിയും തടസ്സമല്ല. തൻ്റെ ഭർത്താവാണ് തടസ്സമെങ്കിൽ താൻ സ്നേഹിച്ച് ഏറ്റവും അധികം സ്നേഹത്തോടെ വന്ന ഭർത്താവിന് ഒരല്പം വിഷം കൊടുക്കുന്നതിനും അവിഹിത ബന്ധത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് തടസ്സം ഉണ്ടാവില്ല. താൻ മരിച്ചാൽ തൻ്റെ പിഞ്ചു മക്കളെ ആര് നോക്കുമെന്ന് വേദനയോട് ചോദിക്കുന്ന മാതാവ് വീടിനുള്ളിൽ ആ കുട്ടികളെ അടച്ചിട്ട് ഒരു പക്ഷേ ഒരു അന്യൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അവിഹിത ബന്ധങ്ങൾ അങ്ങനെയാണ്. അത് അവിഹിതമായതെല്ലാം അങ്ങനെയാണ്. കാരണം അതിന് പ്രചോദനം നൽകുന്ന പിശാച് അതിൻ്റെ വഴികളെ എല്ലാ നന്മകളെയും മറപ്പിക്കും. അതല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി 19 വയസ്സായ ഒരു പെൺകുട്ടി വാപ്പയും ഉമ്മയും പോയി പണി നോക്കൂ, ഞാൻ എൻ്റെ വഴി നോക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങണമെങ്കിൽ ആ വാപ്പയും ഉമ്മയും നിരാകരിക്കാൻ പറ്റുന്ന ശക്തി ആരാ കൊടുക്കുന്നത്? ഒരു പൈശാചികമായ വിചാരത്തിനും ലക്ഷ്യത്തിനും അതുണ്ടാവുന്നത്. നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് സഹോദരങ്ങൾ. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് അപമാനിതമായി ജീവിക്കുമ്പോൾ പുനർവിചിന്തനം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും പ്രധാനം ആളുകൾ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക വേണ്ട. കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പാലിക്കേണ്ട ചില അകലങ്ങളുണ്ട്. അത് നമ്മൾ, അതായത് സ്വന്തം മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വെറുതെ നമ്മൾ പറഞ്ഞത് കൊണ്ടായില്ല, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കണം. ഇന്ന് എന്തെങ്കിലും പെരുമാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ മകനോടുള്ള ബന്ധവും ആ പെരുമാറ്റ രീതിയും തന്നെയാണ് തൻ്റെ കോളേജിലെ ക്ലാസ് റൂമിലുള്ള നിങ്ങളുടെ മകൻ്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനോട്, ക്ലാസ്മേറ്റിനോട് ആ പെൺകുട്ടി കാണിക്കുന്നത്. സംസാരത്തിലും രൂപത്തിലും വേഷത്തിലും എല്ലാറ്റിലും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞ ഇസ്ലാമിനെ പച്ചയായി അവഗണിച്ചിട്ട് ഇത് പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ ആ ചിട്ടയോടെ പഠിപ്പിക്കണം. മറ്റുള്ള ആളുകൾ യാഥാസ്ഥികത്വം ഒന്ന് വിളിച്ചതുകൊണ്ടോ പരിഹസിച്ചത് കൊണ്ടോ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നു എന്തിലൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ അതിലൊക്കെ ഒന്ന് ഞാനൊന്നും അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊരു കാര്യമില്ല. ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അതിലൊരു നിലക്കും അസത്യങ്ങളോ അപ്രായോഗികമായ ഒന്നും അതിലുണ്ടാവില്ല. ആ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായൊരു മാർഗരേഖ അന്യപുരുഷനും അന്യ സ്ത്രീയും പാലിക്കേണ്ടത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ബൗണ്ടറി മറികടക്കുന്നതാരോ അവർ വിരലു കടിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. കാരണം ഒരു അന്യ ആളെ കാണുമ്പോൾ ആ ഒരു അന്യ പുരുഷനോട് പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം? വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ വാക്കുകൊണ്ട് തന്മയത്വത്തോടെ മറ്റുള്ളവർക്ക് നിങ്ങളിലേക്ക് ആകർഷണീയതയും താല്പര്യവും തോന്നുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യമാണ്. യാ നിസാ അന്നബിയ്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇനിത്തഖൈതുന്ന, ഈ പ്രവാചകൻ്റെ പത്നിമാരെ നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ. എന്നിട്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പത്നിമാരെ വിളിച്ച് അള്ളാഹു നൽകുന്ന നിർദ്ദേശം ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കുമുള്ള നിർദ്ദേശമാണ്. ഒറ്റ വാക്കല്ലേ പറഞ്ഞുള്ളൂ, വലാ തഖ്ദഅന ബിൽ ഖൗൽ, വാക്കുകൊണ്ട് നിങ്ങൾ താഴ്മ കാണിക്കരുത്, തന്മയത്വം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഒരു അന്യ പുരുഷനോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് നമ്മളിലേക്കൊരു താല്പര്യവും ആകർഷണീയവും തോന്നി ഒരു ബന്ധമുണ്ടാക്കുന്ന രൂപത്തിലും ആ രൂപത്തിൽ ഒരു പരസ്പരമുള്ളൊരു ആഗ്രഹം ജനിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ സഹോദരിമാർ പറഞ്ഞു, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, എൻ്റെ ക്ലാസ്മേറ്റ് ഓൺലി ഒരു ഫ്രണ്ട് മാത്രം, ഒരു ബ്രദർ പോലെയാണ് കാണുന്നത്, സഹോദരനെ പോലെ കാണുന്നത്. സഹോദരങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആയത്തിൻ്റെ ബാക്കി എന്താ അറിയോ? ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് ആ വാക്കും മതിയെന്നാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ പെൺകുട്ടിയെ മകളെ ഒരു നോക്ക് കണ്ടപ്പോൾ, അവളുടെ ഒരു കുറഞ്ഞ സംസാരം കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ അവിഹിതമായ ഒരു ആഗ്രഹം ജനിച്ചു. ആ ആഗ്രഹം ജനിച്ച സെക്കൻഡ് മുതൽ അവൻ ഫോണുമായും അതേപോലെ തന്നെ മറ്റു സൗകര്യങ്ങളുമായി ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും വീട്ടുമുറ്റത്തും അവൾ സഞ്ചരിക്കുന്നിടത്തൊക്കെ അവനുണ്ട്. അത് വർഷങ്ങൾ നീളുമ്പോൾ ആ ബന്ധം ശക്തമാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവൻ എൻ്റെ ഭർത്താവും ഞാൻ അവളുടെ ഭാര്യയാവും എന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ബന്ധമുണ്ടായി കഴിഞ്ഞാൽ
പിന്നെ അവരെ വേർപ്പെടുത്തുക എന്നുള്ളതിന് നല്ല പ്രയാസവും നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് വരുന്ന വഴികളെ നമ്മൾ വളരെ കൃത്യമായി സൂക്ഷിക്കുക അടക്കുകയും വേണം. ഒരു സംശയവുമില്ല, നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ ഒരന്യനോടുള്ള കണ്ണുകൊണ്ടും കാതുകൊണ്ടും അതേപോലെ തന്നെ നാവുകൊണ്ടും കൈകാലുകൾ കൊണ്ടുമുള്ള എല്ലാ ബന്ധങ്ങളെയും ഇസ്ലാം കാണുന്നത് വ്യഭിചാരമായിട്ടു തന്നെയാണ്. വക്കുൽന കൗലം മാറൂഫ, മാന്യമായ വർത്തമാനങ്ങൾ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പറയേണ്ട സന്ദർഭങ്ങളുണ്ടാകും. എന്നാൽ അത് ഒരു ആത്മബന്ധമായി, സൗഹൃദബന്ധമായി, സ്നേഹബന്ധമായി വളർത്തിക്കൊണ്ടുവരുമ്പോൾ അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ ബന്ധമുണ്ടായാൽ ആ ബന്ധത്തിന് എന്ത് വ്യാഖ്യാനം, എന്ത് വിശദീകരണം പറഞ്ഞാലും, ഒരാണ് ഒരു പെണ്ണിനോട് എന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നു, ഒരു പെണ്ണൊരാണിനോട് എന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നു എന്നതിന് 100 ഉത്തരമൊന്നുമില്ല സഹോദരങ്ങളെ, ഒരു ഉത്തരവുള്ളൂ. ആ ഉത്തരം എന്താണോ അതുതന്നെയാണ് അതിൻ്റെ പരിണിതി. അവർക്കൊന്നിച്ച് ജീവിക്കണം, ഒന്നാകണം, അവർക്ക് ദാമ്പത്യവും ശാരീരികവുമായ ബന്ധങ്ങളും കാര്യങ്ങളും വേണം. അതുതന്നെയാണ് എല്ലാറ്റിൻ്റെയും ഭാവി. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. പരസ്പരമുള്ള പെരുമാറ്റങ്ങളിൽ ഈ മര്യാദ പാലിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാത്ത നിലക്കുള്ള എന്ത് ബന്ധം വന്നാലും ആ ബന്ധങ്ങളൊക്കെ അപകടാവസ്ഥ സൃഷ്ടിക്കും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്ന സന്ദർഭമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ ഒരു അന്യ പുരുഷൻ വരുമ്പോൾ ഈ പെൺകുട്ടികളുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, അവർ ഒരന്യനോട് കാണിക്കുന്ന ബന്ധം നമ്മളോട്, ഭർത്താവിനോട് കാണിക്കുന്ന പോലെ പെരുമാറുന്ന പോലെയല്ല ഒരു അന്യനോട് പെരുമാറേണ്ടത്. ആ 2 പെരുമാറ്റങ്ങളുടെയും വാക്കിലെയും വ്യത്യാസങ്ങളും വേഷവിധാനങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സൂക്ഷിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ആളുകൾക്ക് സുരക്ഷിതം ഉണ്ടാവും. ആ സുരക്ഷിതത്വത്തെയാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ പല സഹോദരങ്ങളും ഗൾഫ് നാടുകളിൽ വളരെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണവും ഉറങ്ങുന്നതിനേക്കാളും നല്ല റൂമുകളും നല്ല വസ്ത്രങ്ങളും നല്ല വാഹനങ്ങളും ഗൾഫിലുള്ളവർ തന്നെ വർഷങ്ങളായി ബിസിനസ്സുകളും സൗകര്യങ്ങളും ഉള്ളവരാണെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം നാട്ടിലും വീട്ടിലും പരിസരങ്ങളിലും പശ്ചാത്തലങ്ങളിലും ജീവിക്കുന്ന ഒരു ആത്മസംതൃപ്തി എന്തായാലും നമ്മുടെ അല്ലാത്തൊരു നാട്ടിൽ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് പ്രവാസികളായ സുഹൃത്തുക്കൾ എത്ര ഉയർന്ന അവസ്ഥകളിൽ ജീവിക്കുന്നവരാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരവും വേദനയും വിഷമവും അനുഭവിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രവാസികളായ മുഴുവൻ ആളുകളെക്കുറിച്ച് നമുക്ക് ഒന്നിച്ചെന്നെ പറയാൻ പറ്റും, അവർ വിഷമങ്ങളും വേദനകളും യാതനകളും അനുഭവിക്കുന്നു എന്ന്. ഒരു പക്ഷേ ഈ പ്രവാസി ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഗൾഫിലേക്ക് പോകണ്ടെന്നോ ജോലി ചെയ്യണം, അതൊക്കെ നമ്മുടെ നാടിൻ്റെ സമ്പത്തും ഐശ്വര്യവും എല്ലാം നിലനിൽക്കുന്നതിൽ വലിയൊരു പങ്ക് നിർവഹിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അതൊക്കെ നമ്മുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്വന്തത്തെയോ നമ്മുടെ ബാധ്യതകളെയോ കടമകളെയോ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ സ്വന്തത്തെ വിസ്മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അധികം വിശദീകരണങ്ങൾ ആവശ്യമില്ല. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം, നമ്മുടെ ഉറക്കം, ഭക്ഷണം, വിശ്രമം എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 8, 10, 20 കൊല്ലം നിന്ന് സഹോദരങ്ങളെ കുറച്ച് മാറാ രോഗങ്ങളുമായി തിരിച്ചു വരേണ്ടവരല്ല. നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയും കാര്യങ്ങളെയും ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, ഒരു പക്ഷേ ഇന്ന് പ്രവാസികളായ ആളുകൾക്ക് പലപ്പോഴും അവിടെ കുടുംബങ്ങളിലും വീടുകളിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളിലും 2 വശത്തും, ഇത് ഗൾഫിൽ ജീവിക്കുന്ന ആളുകളും അവരെ ആശ്രയിച്ചുകൊണ്ട് നാട്ടിൽ ജീവിക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തിയും കുടുംബത്തിൽ നിന്നും അകന്നുകൊണ്ട് ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ആത്യന്തികമായി അയാൾ അവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം അയാളുടെ ജീവിതമല്ല, അയാൾ ആശ്രയിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിതത്തിൻ്റെ എണ്ണപ്പെട്ട യുവത്വത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും നല്ല നാളുകളെ ഭാര്യയില്ലാതെ മക്കളില്ലാതെ കുട്ടികളെ താലോലിക്കാതെ ജീവിക്കുന്നവർ അവരനുഭവിക്കുന്ന ത്യാഗത്തെയും വിഷമത്തെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വീട്ടിലുള്ള ആളുകൾ ചെയ്യേണ്ടത്. അവരുടെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കാനുള്ളൊരു ശ്രമം അത് വേണം. അതോടൊപ്പം തന്നെ തിരിച്ചൊന്ന് പറയാനുള്ള കാര്യം, ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒന്നാണ്, ഗൾഫിൽ നിന്നൊരു 10, 20, 30, 40 കൊല്ലം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ നിൽക്കാമെന്ന നിലക്ക് വരുമ്പോൾ വീട്ടിൽ അവർക്ക് നിന്ന് പോകാൻ പറ്റാത്ത ജീവിത സാഹചര്യം. ഇത് വളരെ പ്രയാസം. പല ആളുകളും തിരിച്ചു വന്ന് രണ്ടാമതൊരു വിവാഹം കഴിച്ചൊരു പുതിയ ജീവിതം ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ചെങ്കിലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അപൂർവം ആളുകളുണ്ട്.
എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കി പെരുമാറൽ ഇവിടെ പറ്റുള്ളൂ. കാരണം ഒരു 10, 30, 40 കൊല്ലം നമ്മുടെ വീട്ടിലില്ലാത്ത ഒരാൾ വീട്ടിൽ സ്ഥിരമായി നിൽക്കാൻ തുടങ്ങുമ്പോൾ അയാൾ എങ്ങനെ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ള കാര്യമുണ്ട്. കാരണം അദ്ദേഹം കുറേ കാര്യങ്ങൾ ചോദിക്കുക, വീട്ടിലത്തെ കാര്യങ്ങളിലും അടുക്കളയിലെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ ഇവിടെ ഭംഗിയായി നടന്നു പോയതല്ലേ, നിങ്ങൾ എന്തിനിടപെടാൻ വരുന്നു എന്നായിരിക്കാം വീട്ടുകാരുടെയും ഭാര്യയുടെയും മനോഭാവം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്തായിരിക്കും? ഇത്ര കാലം നാട് വിട്ടു നിന്ന എനിക്ക് ഇനിയെങ്കിലും എൻ്റെ മക്കളെയും എൻ്റെ വീടും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാനും അതിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളും ഇടപെടാനും എനിക്ക് പറ്റിയെങ്കിൽ എന്ന ആഗ്രഹത്തോടെയാണ് അയാൾ വരുന്നത്. ഇടപെടാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ ചിന്തിക്കണം എന്താണ്, ഇത്ര കാലം ഇടപെടലൊക്കെ ഭംഗിയായി നടന്നു പോയില്ലേ, വെറുതെ ഓരോന്നിലും കയറി അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കും. ആ വീട്ടിൽ അയാളൊരു ഭാരമായി തീരുകയും അത് വാക്കുകളിലും സംസാരങ്ങളിലും പ്രകടിപ്പിക്കപ്പെടുമ്പോൾ എന്തൊരു ആത്മവേദനയാണ് അത്തരം ആളുകൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു പക്ഷേ ഞാനിതിൻ്റെ ഒരു മുഖവുര പറഞ്ഞെന്ന് മാത്രം. പ്രവാസി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങൾ നമ്മുടെ മക്കളെ കാര്യം. നമ്മുടെ മക്കളെ കാര്യത്തിൽ നിതാന്തമായ ശ്രദ്ധ വേണം. ഞാൻ പറയാം, സ്വന്തം മക്കളെ വഴിതെറ്റിപ്പോകുന്നൊരു ജീവിത സാഹചര്യം ഞാനില്ലെങ്കിൽ നാട്ടിൽ സംഭവിക്കുമെന്ന് വന്നാൽ ഒന്നില്ലെങ്കിൽ ആ കുട്ടികൾ നമ്മളോടൊപ്പം വരിക, ഇല്ലെങ്കിൽ ആ കുട്ടികളോടൊപ്പം നമ്മളുണ്ടാകുക. ഒരു മഹാനായ ഒരു കവി പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. യത്തീം എന്ന് പറഞ്ഞാൽ ലൈസൽ യത്തീമു മനിൻതഹ അബവാഹുമിൻ ഹമ്മിൽ ഹയാത്തി. ജീവിതത്തിൽ നിന്ന് മാതാപിതാക്കൾ വിരമിച്ച് നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ അല്ല അനാഥ എന്ന് പറയേണ്ടത്. മറിച്ച് പറയേണ്ടത് വാപ്പക്കും ഉമ്മക്കും സമയം കിട്ടാതിരിക്കുക, മക്കളെ നോക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ വളരുന്ന മക്കളാണ് യഥാർത്ഥത്തിൽ അനാഥരെന്ന് പറഞ്ഞത്. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ്. നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളെ. കാരണം കുട്ടികളുടെ കൂടെ നമ്മൾ ഉണ്ടായേ പറ്റും. ഒരു പക്ഷേ ചെറുപ്പം മുതൽ ഓരോ സന്ദർഭങ്ങളിലും മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ചില കടമകളും ബാധ്യതകളുണ്ട്. അതൊപ്പം നിന്ന് ചെയ്താൽ തന്നെ പറ്റുള്ളൂ. കൊടുക്കേണ്ട ഉപദേശങ്ങളും സന്ദർഭത്തിൽ ഇടപെടേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള മക്കളെ നമുക്ക് ലഭിക്കുവാനുള്ള ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഗൾഫിൽ ജീവിക്കുന്ന സഹോദരങ്ങളുടെ ഭാര്യമാർ, വീട്ടിലുള്ള സഹോദരിമാർ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ അറിയോ, നമ്മുടെ നാടിൻ്റെ ഒരു ചുറ്റുപാട് അങ്ങനെയാണ് സഹോദരങ്ങളെ. അതായത് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായ ഒരു പുരുഷൻ വീട്ടിലില്ല എന്നറിയുമ്പോൾ തികച്ചും മനസ്സിൽ രോഗമുള്ളവരും അതേപോലെ തന്നെ അവിഹിതമായ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവരും അവിടെ തേടി ചെല്ലുന്നു എന്നത് പലപ്പോഴും നമ്മുടെ പല പ്രദേശങ്ങളിലെയും ഒരു ദുരന്തമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു, അവൾ വിധവയായി. ഒരു പക്ഷേ അവളോടൊരു സഹതാപമോ ഒരു സുരക്ഷിതത്വമോ അവൾക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം അവൾ ഭർത്താവില്ലാതെ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു അവിഹിത ബന്ധത്തിൻ്റെ സാധ്യതകളെ തേടുന്ന മനസ്സ് എത്ര ക്രൂരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതേപോലെ തന്നെയാണ് ഗൾഫിലായിട്ടുള്ള ആളുകളുടെ ഭാര്യമാർ നാടുകളിൽ ജീവിക്കുമ്പോൾ അവർ നല്ല ശ്രദ്ധിക്കണം, നല്ല സൂക്ഷിക്കണം. സഹോദരങ്ങളെ, വലിയ അപകടങ്ങളാണ് സംഭവിക്കുന്നത്. തൻ്റെ ജീവിതം മുഴുവനും തൻ്റെ കുടുംബത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് വീട്ടിൽ നിന്നും തൻ്റെ ഭാര്യ അവിഹിതമായ ബന്ധങ്ങളിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാ ഉൾക്കൊള്ളാൻ പറ്റുക? ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയാലേ നമുക്ക് പറഞ്ഞ് നന്നാക്കാൻ പറ്റും. എന്തു കാര്യം പറഞ്ഞ് നന്നാക്കാൻ പറ്റും? നന്നാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, എൻ്റെ ഭാര്യ എന്നോട് വിശ്വാസ വഞ്ചന ചെയ്തു എന്നറിഞ്ഞാൽ. ഒരു പുരുഷന് എനിക്ക് തരേണ്ട, എനിക്ക് വഴങ്ങേണ്ട, എനിക്ക് നൽകേണ്ടത് ഒരു പുരുഷനുമായി പങ്കുവെക്കുന്നു എന്ന് അറിഞ്ഞാൽ ഒരു പുരുഷനും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ കുട്ടികളെ ഓർത്ത് തിരിച്ചെടുത്തു എന്ന് വരാം, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അവളെ ഉൾക്കൊള്ളാൻ പ്രയാസമാകും. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ ഫോണുകൾ, അതേപോലെ തന്നെ വാട്സപ്പുകൾ, എല്ലാറ്റിലും നമ്മുടെ ഒരു റൂമിൻ്റെ ഉള്ളിലിരുന്ന് പച്ചയായി തന്നെ മറ്റുള്ളവർക്ക് വിൽക്കാൻ പറ്റുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നല്ല ശ്രദ്ധ നമുക്ക് വേണം. നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ്, നാളത്തെ പരലോകമാണ്. വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എല്ലാവർക്കും അറിയാൻ സഹോദരൻ. ഖബറിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഇങ്ങനെ കത്തുന്ന, അടുപ്പിൽ നിന്ന് കത്തുന്ന പോലെ തീയിൽ നഗ്നരായി കിടന്നു കരിയുകയാണ് വ്യഭിചാരത്തിൻ്റെ ശിക്ഷ. ഖബറിലാണ് ആ ശിക്ഷ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നാളെ പരലോകത്തോ വമൻ യഫ്അൽ ദാലിക യൽക അസാമ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഖാന. ആരെങ്കിലും അത് ചെയ്താൽ, കൊലപാതകം, ശിർക്ക്, വ്യഭിചാരം ആരെങ്കിലും ചെയ്താൽ അവൻ അതിൻ്റെ ശിക്ഷ കണ്ടെത്തുക തന്നെ ചെയ്യും. നാളെ പരലോകത്ത് യുളാഅഫു ലഹുൽ അദാബ്, ശിക്ഷയെ ഇരട്ടിപ്പിച്ച് കൊടുക്കും. അപമാനിതനായി, നിന്യനായി ആ നരകത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരും. ഇന്ന് ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ.
അവരുടെ മാനസികാവസ്ഥ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഒരു പക്ഷേ നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളോടൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള ഒന്നാണ്, വാപ്പനെയും ഉമ്മനെയും വിഷമിപ്പിക്കൂല എന്ന് തീരുമാനിച്ചാൽ സ്വാഭാവികമായും നിങ്ങൾ നല്ലവരാവുന്നതാണ്. എൻ്റെ വാപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യൂല എന്ന് വിചാരിച്ചാൽ പിന്നെ നല്ലതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു മാതാപിതാക്കളും മക്കളിൽ നിന്ന് നല്ലതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഉഖൂഖുൽ വാലിദൈൻ അക്ബറുൽ കബായിറാണ്. മാതാപിതാക്കളെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതേറ്റവും വലിയ പാപമാണ്. അപ്പം അതില്ലാന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ സ്വന്തം മാതാപിതാക്കളെ ജനനം മുതൽ മരണം വരെ മാതാപിതാക്കളുടെ ബന്ധം നന്നാക്കാൻ ഒരു വ്യക്തി തീരുമാനിച്ചാൽ അയാൾ നന്നായി. തൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാതെ ചെയ്യൂല എന്നൊരു ചെറുപ്പക്കാരോ തീരുമാനിച്ചാൽ അയാളുടെ ജീവിതം നന്നായി. പിന്നെ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളിൽ നമുക്ക് വലിയ പ്രതിസന്ധി വരുന്നൊരു സമയമാണ് വിവാഹത്തിന് ശേഷമുള്ള കാര്യം. വിവാഹത്തിന് ശേഷം ആ പ്രശ്നം വരാനുണ്ടാകുന്നൊരു കാരണം അത് മാതാപിതാക്കൾ ഉൾക്കൊള്ളണം, നമ്മൾ ഉൾക്കൊള്ളണം. കാരണം അതുവരെ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായി മകളായി നമ്മൾ ജീവിച്ചു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? പുതിയ കുടുംബം ജനിക്കാൻ, അതായത് ഒരു വീട്ടിൽ പുതിയൊരു വീടും കൂടെ ഉണ്ടാവുകയാണ്. ഒരു വീട്ടിൽ പുതിയൊരു വീടും കൂടെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്തായാലും ഉണ്ടാവും. അതുണ്ടാവുന്നത് അതായത് അവിടെ ചില സ്വകാര്യതകളും ചില പെരുമാറ്റങ്ങളും ചില കാര്യങ്ങളൊക്കെ ഒരു പുതിയ വിവാഹം കഴിച്ചാൽ ആ ദമ്പതികൾക്ക് വേണ്ടി വരും. മാതാപിതാക്കളൊന്ന് മനസ്സിലാക്കുക, ഇതുവരെ എൻ്റെ മകനായി നിന്ന എൻ്റെ മകന് ഒരു ഭാര്യ വന്നു, ഒരു കുടുംബം വന്നു. അതുകൊണ്ട് അവർക്ക് ചില സ്വസ്ഥതകൾ വേണം, അവർക്കിടയ്ക്കൊന്ന് പുറത്തു പോകേണ്ടി വരും, ചില സ്വകാര്യ സംഭാഷണങ്ങൾക്ക് അവസരം വേണ്ടി വരും എന്നൊന്ന് മാതാപിതാക്കൾ ഉൾക്കൊള്ളുക. അതോടൊപ്പം തിരിച്ചും ഉൾക്കൊള്ളണം, എന്ത്? ഭാര്യ വരുമ്പോൾ ഞങ്ങളെ എങ്ങനെ ആയിരിക്കും അവൻ പരിഗണിക്കുക എന്ന് അവർ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാര്യ വന്ന് ഭാര്യയോടൊപ്പമുള്ള ജീവിതത്തിൽ തൽക്കാലം മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നത് ഏറ്റവും നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും നിനക്കിനി നിൻ്റെ ഭാര്യ മതിയല്ലടോ എന്നൊരു ചോദ്യം ഒരു പക്ഷേ ഇല്ലാതെ തന്നെ ചോദിച്ചേക്കാം. ആ ഒരു ചോദ്യം വരുന്നതിനെ നമ്മൾ ഗൗരവപരമായി ഭയപ്പെടണം. അതുകൊണ്ട് ഏറ്റവും പ്രധാനം, കുറച്ച് പ്രായമായ ആളുകളൊക്കെ ആകുമ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറുക. അപ്പോൾ കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ടാവും. ആ വിഷമങ്ങളും ബുദ്ധിമുട്ടും നമ്മൾ പ്രയാസപ്പെടണം. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ കുട്ടികളാകുന്ന സമയത്ത് നല്ല ദാമ്പത്യത്തിൻ്റെ മധുവിധുകൾ ആഘോഷിക്കേണ്ട പ്രായത്തിൽ തനിക്കൊരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി അവരവരുടെ ദാമ്പത്യ സുഖങ്ങളെയും പുറത്തു പോകുന്ന അവരുടെ ഔട്ടിങ്ങും എല്ലാം അവർ നന്നായി നിയന്ത്രിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യം വരുമ്പോൾ നമ്മൾ വിവാഹിതരായി നല്ല മധുവിധുവും സന്തോഷങ്ങളും ആഘോഷിക്കുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളെ കുറച്ച് അന്ന് നല്ല ജീവിതത്തിൻ്റെ കൗമാരത്തിൽ നല്ല വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മൾ ജനിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തയ്യാറാവുക. അതൊന്ന് മനസ്സിൽ ഉൾക്കൊണ്ടാൽ നമുക്ക് പറ്റും. അതുകൊണ്ട് മാതാപിതാക്കളുമായുള്ള പെരുമാറ്റം, അതിലേറ്റവും വലിയ പങ്ക് മരുമക്കൾക്കാണ്, പെൺകുട്ടികൾക്കാണുള്ളത്. അവർ പരിഗണിക്കേണ്ടത്, ഈ ഭർത്താവ് ഭയങ്കര പ്രതിസന്ധിയിലേക്കാണ്. ഉമ്മനെ തൃപ്തിപ്പെടുത്തുമ്പോഴൊക്കെ ഭാര്യ തെറ്റും, ഭാര്യ തൃപ്തിപ്പെടുത്തുമ്പോൾ ഉമ്മ തെറ്റും. അവസാനം മാനസികമായി ഭയങ്കര സംഘർഷമാണ് നമ്മൾ ചെറുപ്പക്കാർ അനുഭവപ്പെടുക. അത് ഉമ്മക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ഭാര്യ ഉൾക്കൊള്ളുക. ഉമ്മനോടുള്ള പെരുമാറ്റം എന്നോടുള്ള അകലമായോ സ്നേഹക്കുറവായോ വ്യാഖ്യാനിക്കാതിരിക്കുക. മാതാപിതാക്കളുടെ ബിർറ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യകരമാണ്. ആ വഴിയിൽ എന്തു ത്യാഗം ചെയ്താലും കണക്കില്ലാത്ത പ്രതിഫലം. വാർദ്ധക്യമുള്ള മാതാപിതാക്കളെ പരിചരിച്ചാൽ സ്വർഗം കിട്ടാൻ ഒരു വയസ്സായ ഉമ്മയോ വാപ്പയോ കിട്ടിയാൽ മതി എന്ന ഹദീസ് നമ്മൾ പഠിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ബന്ധത്തെ നന്നായി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ഒരു വീടുകളിലും ഒരു മാതാവും പിതാവും ശാരീരികമായോ മാനസികമായോ പ്രയാസം അനുഭവിക്കാതിരിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ പരിഗണിച്ച് നമ്മൾ പെരുമാറും. എന്താ പറയുക, മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെ വെച്ചാൽ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വരനെ കിട്ടുന്നതിനെക്കുറിച്ചുള്ള ബേജാറാണ് മാതാപിതാക്കൾക്ക് ഉണ്ടാകുക. അതിനുള്ള ആഭരണം എങ്ങനെ ഉണ്ടാക്കും, പണം എങ്ങനെ ഉണ്ടാക്കും, ഒരു യോജിച്ചൊരു വരനെ എവിടുന്ന് കിട്ടുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് കല്യാണങ്ങൾ വളരെ ഈസിയായി നടക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആലോചിക്കുക, നിങ്ങൾ ഈ വിവാഹം കഴിഞ്ഞ് ഒരു പക്ഷേ ആ വിവാഹം കഴിച്ചു കൊടുത്ത മാതാപിതാക്കൾ അവർ മരണം വരെ ആശങ്കപ്പെടുകയാണ്. തരും ഇതെന്നാ തെറ്റുക, ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എൻ്റെ മകൾ വീട്ടിലേക്ക് പോരൂ, എൻ്റെ പേരക്കുട്ടികൾ അനാഥരാകുമോ, ഈ ഒരു ആശങ്ക ഇന്ന് മുമ്പത്തേതിനേക്കാളും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കല്യാണം നടത്തിയിട്ട് സുഹൃത്തുക്കളെ പിറ്റേന്ന് മുതൽ ആ പെൺകുട്ടി വീട്ടിലാകുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ ചോദ്യങ്ങൾ, എന്തു മറുപടി പറയും? അവൾ വിധവയായി വീട്ടിലിരിക്കുന്നു. വളരെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിന് പല കാരണങ്ങളുമുണ്ട് സുഹൃത്തുക്കളെ. ആ കാരണങ്ങൾ മുഴുവനും വിശദീകരിക്കാനുള്ള സമയം ഇവിടെ അല്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും വിവാഹം എന്നത് ജീവിതത്തിലെ നിർണായകമായൊരു തീരുമാനമാകുന്നത് കൊണ്ട് അതിൻ്റെ മുമ്പ് ഒരു ആലോചന വേണം. കാരണം അതിൽ ഏറ്റവും പ്രധാനം അത് നിതാന്തമായും നിത്യമായും മരണം വരെയും മരണത്തിനപ്പുറത്തും തുടരേണ്ട ഒന്നാണ്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആൾ പറഞ്ഞത് നീ അവളെ പോയി കാണുന്നതാണ്. എന്തിനാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചത്? നീ അങ്ങനെ കാണുന്നത് നിങ്ങളുടെ ബന്ധം എന്നും നിത്യമായി തുടരാൻ നന്നായിരിക്കുന്നതാണ്. ഒന്ന് അവളെ പോയി കണ്ട് ആ മുഖമൊക്കെ ഒന്ന് എനിക്കിഷ്ടപ്പെട്ട് സംതൃപ്തിയോടെ സ്വീകരിച്ചാൽ കാലാകാലം അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു നോട്ടക്കുറവ് കൊണ്ട് വരുമ്പോൾ തനിക്കത് പറ്റിയില്ല, മനസ്സിന് യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ ഒരു പക്ഷേ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും പ്രധാനം വിവാഹം അന്വേഷിക്കുന്നിടത്ത് വളരെ ശ്രദ്ധ മാതാപിതാക്കൾ പാലിക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം, ഇന്ന് വിവാഹങ്ങളിൽ ചെറിയൊരു ശതമാനം വിവാഹം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയോ ആൺകുട്ടിയോ മുൻകൂട്ടി ഒരു അവിഹിത ബന്ധമുണ്ടായി അത് വിവാഹമായി പരിണമിക്കാൻ. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഞാൻ പറയുന്നു, നിങ്ങളുടെ മകളുമായി അവിഹിതമായൊരു ബന്ധം സ്ഥാപിച്ച ഒരു പുരുഷൻ, അവൻ അവളെക്കാളും ഏജുള്ള ആളാണ്, അവളെക്കാളും ഭംഗിയുള്ള ആളാണ്, അവളെക്കാളും ക്വാളിഫൈഡ് ആണ്, അവളെക്കാളും ഉന്നതമായ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ നിങ്ങളുടെ മകൾക്ക് സ്വപ്നം കണ്ട എല്ലാ യോഗ്യതകളും അയാൾക്കുണ്ടെങ്കിലും അയാൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. എന്താ പാടില്ല? അത് അവിഹിത ബന്ധമാണ്. അവിഹിത ബന്ധമാണ്. ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ അവിഹിത ബന്ധം. അവിഹിത ബന്ധം വിവാഹമായി പരിണമിക്കുമ്പോൾ പരമകാരുണികനായ അള്ളാഹു ഒരു തെറ്റിലൂടെ, ഒരു മഅസിയത്തിലൂടെ ഒരിക്കലും ഒരു കാരുണ്യത്തെ, അനുഗ്രഹത്തെ തരൂല. അതിന് കുറേ തടസ്സങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല സഹോദരങ്ങളെ, ആ അവിഹിത ബന്ധത്തിൻ്റെ ഭാവി നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഇവർക്കുണ്ടാകുന്ന കുട്ടികൾ ഭാവിയിൽ ചോദിക്കൂലേ നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നുവെന്ന്? എന്തെങ്കിലും ഒരു സദാചാരം ഉപദേശിക്കാനുള്ള അർഹത അവർക്കുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇന്ന് രക്ഷിതാക്കന്മാർ വേട്ടെന്ന് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് കേൾക്കുമ്പോഴൊക്കെ എന്താ അറിയോ, ഉടനെ ആ ചെറുക്കനെ പറ്റി അന്വേഷിക്കുക, ആ പെണ്ണിനെ പറ്റി അന്വേഷിക്കുക. എന്നിട്ട് അവർക്ക് എന്തുള്ളൂ, അവൻ്റെ യോഗ്യതയുള്ള ഒരാളോ ഒരു ജോലിയുള്ള ആളോ ഒക്കെ ആണെങ്കിൽ കേട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവിഹിത ബന്ധങ്ങളാണോ നമ്മൾ വളരെ ശക്തമായി പറയണം. അവിഹിതമായൊരു ബന്ധം നമ്മുടെ ദീനിനും നമ്മുടെ കുടുംബത്തിനും അപമാനകരം. അത് മനസ്സിൽ നിന്ന് 100% ഒഴിവാക്കിയിട്ട് ഇസ്ലാമികമായ അന്വേഷണത്തിൽ വിവാഹത്തിൽ വരാൻ പറയണം. ഞാൻ പറഞ്ഞ വിവാഹത്തിൽ അത്തരം വിവാഹങ്ങളാണ് ഈ വിവാഹങ്ങൾ തകരുന്നതിൽ ഒരു വലിയ പങ്കുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം തരും, വിവാഹം നടത്തുന്ന സമയത്ത് വിവാഹത്തിന് വേണ്ടി ഒരു വരനെയോ വധുവിനെയോ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഉദ്ദേശം മനസ്സിൽ എന്താണ്? എന്താ സഹോദരങ്ങളെ? ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ സൗന്ദര്യമാണോ? ഒരു സ്ത്രീൻ്റെ മനസ്സിൽ നല്ല ഗ്ലാമറുള്ള ഒരു പുരുഷനാവണം എന്നാണ് ഒന്നാമത്തെ പരിഗണന. അതിൽ പ്രധാന സംഗതി തന്നെയാണ്. അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ നിന്നാവണം എന്നാണോ? ഇതൊന്നല്ല ഒന്നാമത്തെ പരിഗണന. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഇതൊന്നുമില്ലെങ്കിൽ ഏറ്റവും പ്രധാനം തറലവന് ദീനഹു ഖുൽഖുഹു, നല്ലൊരു ദീൻ, നല്ലൊരു സ്വഭാവം, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന, രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും സൂക്ഷിക്കാൻ പറ്റുന്ന, തൻ്റെ ഉത്തരവാദിത്തങ്ങളെ പാലിക്കാൻ പറ്റുന്ന, അമാനത്തുകളെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു നല്ല ബോധമുണ്ടോ സഹോദരങ്ങളെ, ആ കുടുംബിനി, ആ ഭാര്യ ജീവിതത്തിൽ എന്നും സൗഭാഗ്യവും സന്തോഷവും തരും. മറ്റുള്ളതൊക്കെ എന്താ അറിയൂ, ഓരോ സന്ദർഭവും സമയം വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രധാനം ദീനിന് കൊടുക്കുക, മതപരമായ ചിട്ടകൾ കൊടുക്കുക, സൽ സ്വഭാവത്തിന് കൊടുക്കുക. ആഭരണങ്ങൾ നിറം മങ്ങും, സൗന്ദര്യം ഒരു പ്രസവത്തോടെ കുറഞ്ഞു വരും, ജീവിതത്തിൽ അപകടങ്ങൾ, വൈകല്യങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ മനസ്സ് ജീവിതത്തിൻ്റെ ഏതു സന്ദർഭങ്ങളിലും മനസ്സിൻ്റെ സൗന്ദര്യമോ മനസ്സിൻ്റെ അവസ്ഥകളോ മാറ്റപ്പെടുന്നില്ല. അതിന് ഏതു കാലത്തും നന്മയുടെ കാത്തു സൂക്ഷിക്കപ്പെടാൻ പറ്റും. അതുകൊണ്ട് വിവാഹത്തിന് ശേഷം ദുഃഖിക്കാതിരിക്കാൻ, വിവാഹം നടത്തുന്ന സമയത്ത് ഈ സമയത്ത് ഒന്നുകൂടി കാര്യം പറയാം, ഈ വിവാഹിതരാകുന്ന ചെറുപ്പക്കാരികൾക്കും നല്ല ഉപദേശം കൊടുക്കണം. അൽഹംദുലില്ലാഹ് ഇപ്പോൾ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ആയിട്ട് നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അത്തരമൊരു ബോധവൽക്കരണത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്, ഒരാൾ മതപരമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നതും പ്രശ്നമാണ്, മതപരമായ കാര്യങ്ങളെ പാടെ അവഗണിക്കുന്നതും പ്രശ്നമാണ്. ഇത് രണ്ടും എങ്ങനെയാണ് സഹോദരങ്ങളെ പ്രശ്നമായി മാറുന്നത്? ഞാൻ ഇന്ന് ആളുകളുടെ സമീപനത്തെക്കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ഭർത്താവ് കുറച്ച് മതപരമായ കാര്യങ്ങൾ നിഷ്ഠ പുലർത്തുമ്പോൾ ഭാര്യയ്ക്ക് പരാതി. എന്നാൽ അതേപോലെ തന്നെ സ്ത്രീകൾ പരാതിപ്പെടുന്നത് അയാൾ കള്ളുകുടിക്കുകയാണ്, അയാൾ വേണ്ടാത്തരങ്ങൾ ചെയ്യുകയാണ്, അയാൾ രാത്രി വൈകി വരികയാണ്, അയാൾക്ക് എല്ലാ അവിഹിത ബന്ധങ്ങളുണ്ട്. മതപരമായ ജീവിതം ഇല്ലാത്തതിലും പരാതി.
മക്കൾ മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പരാതി. എന്താണ് ഇപ്പോൾ അവൻ്റെ കോലം, എന്താണ് അവൻ്റെ രൂപം, എന്താണ് ഇവനിങ്ങനെ എന്ന് ചോദിക്കും. മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ രാത്രിയും പകലും ഒന്നുമില്ലാതെ സിനിമയും വേണ്ടാവൃത്തികളും ലഹരിയുമായിട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ മോൻ എന്താ ചെയ്യുക, അവനെങ്ങനെ നേരായി കിട്ടുക? സഹോദരങ്ങളെ, ഇതിലൊരു വലിയ വ്യത്യാസം വരേണ്ടതുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞത്, മതപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരറിവും ബോധവും കിട്ടുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരാരാണോ അവരെ നമ്മൾ അതേ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിക്കണം. എനിക്കൊരു ദീനീ ബോധമുണ്ടെങ്കിൽ അതെൻ്റെ ഭാര്യയ്ക്കുണ്ടാവണം, എനിക്കൊരു ബോധമുണ്ടെങ്കിൽ അതെൻ്റെ മക്കൾക്കുണ്ടാവണം. അത് ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ്. നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ എന്തു കാര്യമുണ്ടെങ്കിലും അത് ഭാര്യ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം, പരസ്പരം ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ദീനിയായ നിലക്ക് ഒരേ കാഴ്ചപ്പാടല്ല രണ്ടുപേർക്കും ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ഒരു യോജിപ്പിലെത്തുക? എങ്ങനെ അവർക്ക് യോജിക്കാൻ പറ്റും? ഒരു കുട്ടിയെ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ഭൗതിക പ്രാധാന്യമുള്ളൊരു സ്കൂളാണെന്ന് ഭാര്യ പറയുമ്പോൾ ഭർത്താവ് പറയുന്നു കുറച്ചൊരു ഖുർആൻ പഠിക്കാനും ദീന് പഠിക്കാനും പറ്റുന്നൊരു സ്കൂളായിക്കോട്ടെ. അവർക്ക് രണ്ടാൾക്കും കൂടി യോജിച്ചൊരു സ്കൂളിൽ ആ കുട്ടീനെ ചേർക്കാൻ പറ്റൂ? ഒരു ഡ്രസ്സ് എടുക്കാൻ ടെക്സ്റ്റൈൽസിൽ കയറിയാൽ പ്രായത്തിനനുസരിച്ച് മറയുന്നൊരു വസ്ത്രമാകട്ടെ എന്ന് ദീനുള്ള ഭർത്താവ് പറയുമ്പോൾ ഭാര്യ പറയുന്നു കുട്ടികളെ വെറുതെ ബുദ്ധിമുട്ടാക്കരുത്, അവിടെ കൂടുള്ള കുട്ടികളൊക്കെ ധരിക്കുന്ന അതേ ഡ്രസ്സ് ധരിച്ചു കൊള്ളട്ടെ എന്നാണ്. സഹോദരങ്ങളെ, യോജിച്ച് പോകാൻ നല്ല പ്രയാസമാണ്. അതുകൊണ്ടെന്തറിയോ, എല്ലാ കാര്യത്തിനും കൂടെ നടന്നിട്ട് ദീനുള്ള ഭർത്താവ് ദീനില്ലാത്ത ഭാര്യ ഇങ്ങനെ എന്താ എൻ്റെ ചെയ്യൽ, എന്താ എൻ്റെ രൂപം, എന്താ നിൻ്റെ അവസ്ഥ എന്നിങ്ങനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഒരു സ്ത്രീ മാറൂല. അവൾ ഇവൻ്റെ ആദർശങ്ങളോടും ആശയങ്ങളുടെയും ഒരു കാലാകാലത്തെ ശത്രുവായി തീരെ മാത്രമേ ചെയ്യൂ. എന്താ വേണ്ടത്? നമ്മൾ ഉൾക്കൊണ്ട കാര്യം അവരെ ബോധ്യപ്പെടുത്തുക. നമുക്ക് ബോധ്യപ്പെട്ട സ്വർഗം, നമുക്ക് ബോധ്യപ്പെട്ട നരകം, നമുക്ക് ബോധ്യപ്പെട്ട സുന്നത്തിൻ്റെ കണിശത, നമുക്ക് ബോധ്യപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം, ആ കാഴ്ചപ്പാടുകളെ മറ്റുള്ളവർക്ക് അതുപോലെ പകർന്നു നൽകാൻ നമുക്ക് പറ്റണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നല്ല സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടുകൂടെ ദീനീ രംഗത്ത് നല്ല പ്രവർത്തനം ഇറങ്ങിപ്പോകുന്ന ഒരു കുട്ടിയെ തടയുന്ന മാതാപിതാക്കൾ നല്ലോണം ആലോചിക്കണം. നിങ്ങൾക്കും കൂടെ പ്രതിഫലം കിട്ടുന്ന ആ നന്മകളെ തടയുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു നന്മയ്ക്ക് നേരെയുള്ള ഏറ്റവും വലിയ ക്രൂരമായ കയ്യേറ്റമാണെന്ന് മനസ്സിലാക്കുക. സമൂഹത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു ഭർത്താവിനെ തൻ്റെ കൂടെ ഒന്നുണ്ടാവണം, അല്ലെങ്കിൽ തൻ്റെ ചെറിയ ചെറിയ വീട്ടുപ്രശ്നങ്ങൾക്ക് വേണ്ടി തടഞ്ഞു നിർത്തുന്ന ഒരു ഭാര്യ തനിക്കും കൂടെ തുല്യ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയിൽ നിന്നാണ് ഒരു ഭർത്താവിനെ നിഷ്ക്രിയനാക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവും ബോധമുള്ളൊരു പണ്ഡിതൻ, അയാൾ ഏത് സദസ്സിലെത്തിയാലും അവിടുത്തെ ആളുകൾക്ക് നന്മ പകരാൻ പറ്റും. എന്നാൽ ഭാര്യയുടെ ചെറിയൊരു വാശിക്കോ ഒരു ചെറിയ താല്പര്യത്തിനോ അയാൾ വീട് വിട്ട് പോകേണ്ടെന്ന് തീരുമാനിച്ചാൽ എത്ര ആളുകൾക്കുള്ള പ്രയോജനങ്ങളാണ് തടയപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ കുടുംബം ബന്ധുമിത്രാദികളും ശ്രദ്ധിക്കണം, താൻ മറ്റൊരുത്തൻ്റെ നന്മയെ, മന്നായിൽ ഖൈർ, നന്മയെ തടുക്കുന്നവരാകാതിരിക്കാൻ നന്മയോട് പരസ്പരം സഹകരിച്ചും പരസ്പരം ബന്ധപ്പെട്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലും അത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള എല്ലാ ബന്ധത്തിലും ഏറ്റവും നല്ല ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതാണ് നമ്മുടെ സാമ്പത്തികമായ വരുമാനങ്ങൾ. ആ സാമ്പത്തികമായ വരുമാനങ്ങൾ ജീവിതാവസാനം വരെ നിലനിർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങൾ, ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദീനുമായുള്ള, വിശുദ്ധ ഖുർആനുമായുള്ള, ഉത്ബോധനങ്ങളുമായിട്ടുള്ള ബന്ധം. അതായത് അറിവ് നേടുന്നില്ല, മതപരമായ അറിവ് നേടുന്നില്ല. അതിന് സ്ഥിരമായ സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടി കണ്ടെത്തിയിരിക്കണം. കാരണം ഇനിയുള്ള ഒരു ഭാവി ജീവിതത്തിൽ അത് നമ്മുടെ മാനസിക സ്വസ്ഥതക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതക്കും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിക്കും അനിവാര്യമായ സംഗതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ജുമാ എന്തെല്ലാം ജീവിത തിരക്കുള്ള ആളുകളുണ്ട് സഹോദരങ്ങളെ. സർജറി നടത്തുന്ന ഒരു ഡോക്ടർമാരുണ്ട്, രാഷ്ട്രത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന വലിയ രാഷ്ട്ര നേതാക്കന്മാരും രാജാക്കന്മാരുണ്ട്. ആരായിരുന്നാലും ശരി, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇദാനൂദിയ ലിസ്വലാത്തി മീ യൗമിൽ ജുമാഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ല, വാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് വരണം. എന്തിന്? ഫസ്ഔ ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിലേക്ക് മടിയില്ലാതെ താല്പര്യത്തോടുകൂടെ നമ്മൾ വരണമെന്ന് ഉത്ബോധിപ്പിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ജുമാ ഉപേക്ഷിക്കുന്ന വദഇമു ജുമാ, അവർ ഒഴിവാകണം. കാരണം അവിടെ ഹൃദയങ്ങൾക്ക് സീലടിക്കപ്പെടുന്നതാണ്.
കാരണം ഉത്ബോധനങ്ങൾ അത്ര പ്രസക്തമാണ്. ഉണങ്ങിക്കിടക്കുന്ന വേനിൽ ഉണങ്ങിയ ഒരു ചെടിയുടെ പിന്നെ അതിൻ്റെ അടിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ആ ചെടിക്ക് എത്ര പെട്ടെന്ന് ഉന്മേഷം പകരുമോ അതിനേക്കാളും അനിവാര്യമാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഭയവും ആശങ്കകളും നിരാശകളും നിറഞ്ഞ നമ്മുടെ ഹൃദയങ്ങൾക്ക് കിട്ടുന്ന ഉത്ബോധനങ്ങൾ. ഇന്നകൂലത്തത് കിറത്തുൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ പരിസരത്ത് എവിടെയാണ് നമുക്ക് ഏറ്റവും അടുത്ത് ആഴ്ചക്ക് 1 മണിക്കൂർ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ, ഒരു QHLS ഒരു ഖുർആൻ ഹദീസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുക, അവിടേക്ക് ഒരു ഓട്ടോറിക്ഷ ഏർപ്പെടുത്തി സ്ഥിരമായി ഒരാളെ നിശ്ചയിച്ച് നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയും കൂട്ടിപ്പോയാൽ ഒരിക്കലും അത് നഷ്ടമാവില്ല. നമ്മുടെ ഭാര്യമാർക്ക് ദീൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ അവസരങ്ങൾ വേണം, നമ്മുടെ മാതാപിതാക്കൾക്ക് അവസരം വേണം, നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ. ഒരു 3 ദിവസത്തെയും 2 ദിവസത്തെയും 1 ദിവസത്തെ ക്യാമ്പിൽ വരുന്ന ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളിൽ കാണുന്ന അവരുടെ ഫീഡ്ബാക്ക് ഫോമുകൾ അവർ എഴുതുന്നത് വായിച്ചാൽ നമ്മുടെ കണ്ണുകൾ നനഞ്ഞു. ഒരു അരമണിക്കൂർ ഉത്ബോധനം കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തിന്മകളെയും പുറത്തേക്ക് എറിഞ്ഞ് ഒരു പക്ഷേ ഒരു പക്വതയെത്തിയ ഒരു മനുഷ്യൻ്റെ മനസ്സിന് പോലും തീരുമാനിക്കാൻ പറ്റാത്ത നന്മയുടെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികളെ നമ്മുടെ ക്യാമ്പുകളിലും നമ്മുടെ ക്ലാസ്സുകളിലും പിന്നെ നമ്മുടെ പ്രോഫ്കോണിലും അതേപോലെ തന്നെ ഗേൾസ് ഗ്യാതറിങ്ങിലും നമ്മുടെ റിലീജിയസ് ക്ലാസ്സുകളിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിരന്തരമായി ദീൻ്റെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു നല്ല സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. പരിഭാഷകൾ, പുസ്തകങ്ങൾ, CD എല്ലാം അതിനെപ്പറ്റി, അതിപ്പോൾ നെറ്റിലുള്ള നമ്മുടെ selfie.audio പോലുള്ള സംവിധാനങ്ങളെല്ലാം അതിന് ഏറ്റവും പറ്റിയ സംഗതികളാണ്. പിന്നെ അതേപോലെ തന്നെ സെൽഫി റേഡിയോ എല്ലാം അതിന് പറ്റുന്ന ഏറ്റവും നല്ല സംവിധാനങ്ങളാണ്. അതൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. റബ്ബി സിദ്നി ഇൽമൻ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ആ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരികയും ആ അറിവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൻ്റെ വെളിച്ചവും സമാധാനവും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ